ഫിഫ ലോകകപ്പ്. സംഭവബഹുലമായ ലോകകപ്പ് വിശേഷങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 1. ലോകകപ്പ് ട്രോഫിയുടെ ഭാരമെത്ര? 2. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ലോകകപ്പിനെ എങ്ങനെയാണ് ബാധിച്ചത്? 3. ആരാണ് ട്രോഫി മോഷ്ടിച്ചത്? 4. എങ്ങനെയാണ് ലോകകപ്പിൽ യോഗ്യത നേടുന്നത്? 5. വരാനിരിക്കുന്ന ലോകകപ്പുകൾ എവിടെയെല്ലാമാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വിശദമായി ചർച്ച ചെയ്യാം. പ്രിയ പ്രേക്ഷകർ, ഈ വീഡിയോ അവസാനം വരെ കാണുമെന്നും ആവേശം ഉൾക്കൊള്ളുമെന്നും കരുതുന്നു. ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫ അംഗങ്ങളുടെ ദേശീയ ടീമുകൾ തമ്മിലുള്ള സീനിയർ പുരുഷ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരമാണ് ഫിഫ ലോകകപ്പ്. 1930 തുടക്കം കുറിച്ച് 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ടൂർണമെൻറ്റിലേക്ക് യോഗ്യത നേടുന്ന ടീമുകളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം മത്സരം നടന്നു വരുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആതിഥേയ രാജ്യങ്ങൾക്കുള്ളിലെ വേദികളിൽ 32 ടീമുകൾ കിരീടത്തിനായി മത്സരിക്കുകയും ആതിഥേയ രാജ്യം ടൂർണമെൻറ്റിലേക്ക് സ്വയമേവ യോഗ്യതയും നേടുന്നു. 1930 സംഭവബഹുലമായ ഒന്നാമത്തെ ഫിഫ ലോകകപ്പിന് ആരംഭം കുറിച്ചത് മുതൽ 2022 ലോകകപ്പ് വരെ 22 ഫൈനൽ ടൂർണമെൻറ്റുകളിലായി ആകെ 80 ദേശീയ ടീമുകൾ മത്സരിച്ചതിൽ 8 ദേശീയ ടീമുകൾ ട്രോഫി നേടിയിട്ടുണ്ട്. 13 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി 18 ദിവസം 1930 ജൂൺ 13 മുതൽ ജൂൺ 30 വരെ ഉറുഗ്വേയിലെ മോണ്ടിവിഡിയോയിൽ വെച്ചായിരുന്നു മത്സരിച്ചത്. 5 വിജയങ്ങളോടെ എല്ലാ ടൂർണമെൻറ്റിലും കളിച്ച ഒരേയൊരു ടീം ബ്രസീൽ ആണ്. മറ്റു ജേതാക്കൾ 4 കിരീടങ്ങൾ വീതമുള്ള ജർമ്മനിയും ഇറ്റലിയും, 3 കിരീടങ്ങളുമായി അർജന്റീനയും 2 കിരീടങ്ങളുമായി ഫ്രാൻസും, ആദ്യ ജേതാക്കളായ ഉറുഗ്വേയും, ഓരോ കിരീടം വീതമുള്ള ഇംഗ്ലണ്ടും സ്പെയിനുമാണ്. ലോകമെമ്പാടും ഏറ്റവും അഭിമാനകരമായ ഫുട്ബോൾ മത്സരമായും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കായിക ഇനമായും ലോകകപ്പ് മാറിയിട്ടുണ്ടെന്ന് ഈ ഇടെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2018 3.57 ബില്യണും 2022 5 ബില്യണും കാണികൾ ഉണ്ടായിരുന്നു പോലും. 1954 ലോകകപ്പ് ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഈ കായിക ഇനം ഏകദേശം 800 ദശലക്ഷം ആളുകൾ ലോകകപ്പ് കാണുന്നതായി കണക്കാക്കുന്നു. ഈ എണ്ണം ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 9/1 വരും. കൊക്കക്കോള, മക്ഡൊണാൾഡ്സ്, അഡിഡാസ് തുടങ്ങിയ പ്രധാന സ്പോൺസർമാരും മറ്റു ലോകോത്തര ബ്രാൻഡുകളുമാണ് ലോകകപ്പിലെ സ്പോൺസർമാർ. 2014 ടൂർണമെൻറ്റിലെ കണക്കനുസരിച്ച് $4.8 ബില്യൺ, 2018 കണക്കനുസരിച്ച് $6.1 ബില്യൺ ഫിഫയ്ക്ക് വരുമാനം നേടിയെന്നത് ലോകകപ്പുകൾ എന്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1966 വില്ലിയിൽ നിന്ന് തുടങ്ങി ശേഷമുള്ള ഓരോ ടൂർണമെൻറ്റിനും പ്രത്യേക ഭാഗ്യചിഹ്നമോ ലോഗോയോ രൂപകൽപ്പന ചെയ്യാറുണ്ട്. ഇത്രയും വിവരിച്ചത് ഫിഫ ലോകകപ്പിൻ്റെ പൊതുവായ വിവരങ്ങളാണെങ്കിൽ ഇനി നമുക്ക് ലോകകപ്പിൻ്റെ മുൻ മത്സരങ്ങളെ ഓരോന്നായി പരിശോധിക്കാം. 1872 UK അധീനതയിലുള്ള സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് സ്കോട്ട്ലാൻഡും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ചലഞ്ച് മത്സരമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം. ശേഷം 1884 ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലായി
ആദ്യത്തെ അന്താരാഷ്ട്ര ടൂർണമെൻ്റായ പ്രഥമ ബ്രിട്ടീഷ് ഹോം ചാമ്പ്യൻഷിപ്പ് നടന്നു. തുടർന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഫുട്ബോൾ പ്രചാരം നേടുകയും 1900-ലും 1904-ലും നടന്ന വേനൽക്കാല ഒളിമ്പിക്സിൽ മെഡലുകൾ നൽകാതെ ഒരു പ്രദർശന കായിക ഇനമായി ഇത് നടത്തപ്പെട്ടു. അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ശ്രമം നടന്നെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ശേഷം 1908-ൽ ലണ്ടനിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഒരു ഔദ്യോഗിക ഒളിമ്പിക്സ് കായിക ഇനമായി മാറി. 1906-ൽ സർ തോമസ് ലിപ്റ്റൺ ട്രോഫി ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത ഈ മത്സരത്തെ ചിലർ ആദ്യത്തെ ലോകകപ്പായി കണക്കാക്കാറുണ്ട്. 1914-ൽ ഒളിമ്പിക് ടൂർണമെന്റിന് അമേച്ചർമാർക്കുള്ള ലോക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയി അംഗീകരിക്കാൻ ഫിഫ സമ്മതിക്കുകയും പരിപാടിയുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഫിഫ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് 1920-ലെ വേനൽക്കാല ഒളിമ്പിക്സിൽ ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ഫുട്ബോൾ മത്സരത്തിന് വഴിയൊരുക്കി. ഈജിപ്തും 13 യൂറോപ്യൻ ടീമുകളും മത്സരിച്ച ഇതിൽ ബെൽജിയമാണ് വിജയിച്ചിരുന്നത്. 1924-ലും 1928-ലും നടന്ന അടുത്ത 2 ഒളിമ്പിക്സ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഉറുഗ്വേ വിജയിച്ചു. ഫിഫയുടെ പ്രൊഫഷണൽ യുഗത്തിൻ്റെ തുടക്കമായ 1924 ആയതിനാലാണ് ഉറുഗ്വേക്ക് 4 നക്ഷത്രങ്ങൾ ധരിക്കാൻ അവസരം ലഭിച്ചത്. ആകയാൽ ഇവയെല്ലാമാണ് ഫിഫ ലോകകപ്പിൻ്റെ പിറവിക്ക് തുടക്കമായതെന്ന് പറയാം. എങ്കിലും ശേഷമുള്ള 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ 6 വർഷക്കാലത്തെ ജൈത്രയാത്രയിലൂടെ ലോകകപ്പ് പിറവിയെടുത്തു. ഒളിമ്പിക്സിലെ ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ വിജയത്തെ തുടർന്ന് ഫിഫ പ്രസിഡന്റ് ജൂൾസ് റിമന്റ് ഒളിമ്പിക്സിന് പുറത്ത് ഫുട്ബോളിന് മാത്രമായി ഒരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും 1928 മെയ് 28-ന് ആംസ്റ്റർഡാമിലെ ഫിഫ കോൺഗ്രസിൽ വെച്ച് ലോക ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനം. അനന്തരം 1930 ജൂലൈ 13-ന് ഒരേ സമയം നടന്ന ആദ്യ 2 ലോകകപ്പ് മത്സരങ്ങളിൽ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ ഫ്രാൻസിൻ്റെ ലൂസിയൻ ലാറ്റന്റ് നേടുകയും 4-1-ന് മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസും 3-0-ന് ബെൽജിയത്തെ അമേരിക്കയും പരാജയപ്പെടുത്തി വിജയം നേടി. അന്നു തന്നെ വൻ കാണികൾ പങ്കെടുത്ത ഈ ലോകകപ്പ് പുതിയൊരു ആവേശത്തിരി തെളിയിച്ചു. അതോടെ 1932-ലെ ഒളിമ്പിക്സിൽ നിന്ന് ഫുട്ബോളിനെ ഒഴിവാക്കിയെങ്കിലും IOCയും ഫിഫയും അവരുടെ താരങ്ങൾക്ക് അവരുടെ തർക്കങ്ങൾ പരിഹരിച്ചതിനു ശേഷം 1936-ലെ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ഫുട്ബോൾ തിരിച്ചെത്തി. എന്നാലും ലോകകപ്പ് വൻ കുതിച്ചുചാട്ടം നടത്തി ഒളിമ്പിക്സിനെ മറികടന്നു. ഈ ആദ്യകാല ലോകകപ്പ് ഭൂഖണ്ഡാന്തര യാത്രകളുടെയും 1-2 ലോകമഹായുദ്ധങ്ങളുടെയും പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു. ഉദാഹരണത്തിന് 1934-ലെ ലോകകപ്പിനായി യൂറോപ്പിലേക്ക് പോകാൻ കുറച്ച് തെക്കേ അമേരിക്കൻ ടീമുകൾ മാത്രമേ തയ്യാറായിരുന്നുള്ളൂ. ബ്രസീലും ക്യൂബയും ഒഴികെയുള്ള എല്ലാ വടക്കൻ അമേരിക്കൻ, തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളും 1938-ലെ ടൂർണമെന്റ് ബഹിഷ്കരിച്ചു. 2-ലും മത്സരിച്ച ഒരേ ഒരു തെക്കേ അമേരിക്ക ടീമായ ബ്രസീൽ മാത്രമായിരുന്നു. ജർമ്മനിയും ബ്രസീലും ആതിഥേയത്വം വഹിക്കാൻ ശ്രമിച്ച 1942, 1946 മത്സരങ്ങൾ 2-ാം ലോക മഹായുദ്ധം കാരണം റദ്ദാക്കപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധത്തെ പോലെ തന്നെ 2-ാം ലോക മഹായുദ്ധവും ലോകഘടനയെ തകരാറിലാക്കിയപ്പോൾ ലോകകപ്പിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്.
യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾക്കെതിരെ കളിക്കാൻ തയ്യാറാകാത്തതിനാലും ഫുട്ബോളിൽ വിദേശ സ്വാധീനത്തിനെതിരായ പ്രതിഷേധമായും സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ്സ് എന്നിവ 1920 ഫിഫയിൽ നിന്ന് പിന്മാറിയെങ്കിലും ശേഷം ഫിഫയുടെ കിണഞ്ഞ ക്ഷണത്തെ തുടർന്ന് ആ ടീമുകൾ 1946 വീണ്ടും ടൂർണമെന്റിൽ ചേർന്നു. മുൻ 2 ലോകകപ്പുകൾ ബഹിഷ്കരിച്ച 1930 ചാമ്പ്യന്മാരായ ഉറുഗ്വേയും ടൂർണമെന്റിൽ തിരിച്ചെത്തി. 1934 1978 ഇടയിലുള്ള ടൂർണമെന്റുകളിൽ ഓരോന്നിലും 16 ടീമുകൾ വീതം മത്സരിച്ചു. 1938 ഓസ്ട്രിയ യോഗ്യത നേടിയ ശേഷം ജർമ്മനിയിൽ ലയിക്കുകയും 15 ടീമുകളായി മാറിയ ശേഷം 1950 ഇന്ത്യ, സ്കോട്ട്ലൻഡ്, തുർക്കി എന്നിവയും പിന്മാറുകയും അതോടെ 13 ടീമുകളായി ടൂർണമെന്റ് മാറി. ഇതിൽ ഭൂരിഭാഗവും വടക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെറിയ ടീമുകളായതിനാൽ തന്നെ ഈ ടീമുകളെ യൂറോപ്യൻ, തെക്കൻ അമേരിക്കൻ ടീമുകൾ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് 1982 വരെ യൂറോപ്പിനും തെക്കേ അമേരിക്കയ്ക്കും പുറത്ത് നിന്നുള്ള ഏക ടീമുകൾ ആദ്യ റൗണ്ടിൽ നിന്ന് പുറത്തു പോയതും. 1982 ടൂർണമെന്റ് 24 ടീമുകളിലേക്കും 1998 32 ടീമുകളിലേക്കും വികസിപ്പിക്കുകയും അതോടെ ആഫ്രിക്ക, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ ടീമുകൾക്ക് ലോകകപ്പിൽ ചേരാൻ അവസരവും ലഭിച്ചു. അനന്തരം ഓരോ ടൂർണമെന്റിലും ടീമുകളുടെ ബാഹുല്യം നേരിടുകയും 2002 200 ടീമുകളും 2006 198 രാജ്യങ്ങളും വിവിധ ചർച്ചകൾക്കും ചരടുവലികൾക്കുമൊടുവിൽ 2016 ഒക്ടോബറിൽ ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ 48 ടീമുകളുടെ ലോകകപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുകയും വടക്കൻ മധ്യൻ അമേരിക്ക, കരീബിയ, ദക്ഷിണ അമേരിക്ക, ഓഷ്യാനിയ, യൂറോപ്പ് എന്നീ 6 കോണ്ടിനെന്റൽ സോണുകളിലുള്ളിലായാണ് നിലവിൽ യോഗ്യതാ ടൂർണമെന്റുകൾ നടത്തിവരുന്നത്.